7 ജില്ലകളിൽ നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇതുവരെ മികച്ച പോളിംഗ് ആണ്. 5:20 വരെയുള്ള കണക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതനുസരിച്ച് 74.26% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. മലപ്പുറത്ത് 75% പോളിംഗ്. തൃശൂരാണ് ഏറ്റവും കുറവ്, 70.92%. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പയും മലപ്പുറത്ത് നിന്ന് മുബഷിർ പി അക്ബറും കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടും നമുക്കൊപ്പം പെട്ടെന്ന് ചേരുകയാണ്. ആദ്യം നമുക്ക് കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റമാണ്. ആദ്യ മണിക്കൂറുകളിലൊക്കെ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച എങ്ങനെയാണ്? ക്യൂ ഉണ്ടോ എവിടെയെങ്കിലുമൊക്കെ? സുജയ, കാസർഗോഡ് ശക്തമായ പോളിംഗ് ഉണ്ട്. നിലവിൽ 74% ജില്ലാ തലത്തിലുള്ള പോളിംഗ് കടക്കുകയാണ്. ഇപ്പോഴും പല ബൂത്തുകളിലും നീണ്ട ക്യൂ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവെ കാസർഗോഡിന്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വൈകിട്ട് ഈ 4 മണിക്ക് ശേഷം രാവിലെ പണിക്ക് പോകുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പൊക്കെ വോട്ട് ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം പണി കഴിഞ്ഞ് വന്നതിന് ശേഷം വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ക്യൂ ഇപ്പോഴും പല ബൂത്തുകളിലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറേ നേരമായി നമ്മൾ ഈ ബൂത്തിൽ തന്നെയാണുള്ളത്. ഉദുമയിലാണ്. ഉദുമയിൽ 5-ാം വാർഡിലെ ബൂത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നീണ്ട ക്യൂ ആണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഒരു വശത്ത് സ്ത്രീകളുടെ ക്യൂ, അതോടൊപ്പം തന്നെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഈ ക്യൂ ഉള്ളത്. നീണ്ട ക്യൂ ഇപ്പോഴും ഏകദേശം 200-ലധികം പേർ ഇപ്പോഴും ഇവിടെ ഈ ബൂത്തിൽ ക്യൂവിൽ തുടരുകയാണ്. അതിനുള്ള കാരണം ഏകദേശം 3.5 മണിക്കൂർ സമയം ഈ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. അതുകൊണ്ട് 3.5 മണിക്കൂറോളം ഈ വോട്ടിംഗ് തടസ്സപ്പെട്ടു. അതാണ് കാസർകോട്ടെ കാഴ്ച. അതാ നോക്കൂ, ഇപ്പോഴും വരി നിൽക്കുകയാണ് ആളുകൾ. അപ്പോൾ അധിക സമയം അവിടെ എത്തിയ ആളുകൾക്കൊക്കെ സ്ലിപ്പ് നൽകി ഉറപ്പാക്കുന്നുണ്ടോ എന്ന് നോക്കൂ അരുൺ. നമുക്ക് വീണ്ടും എത്താം അരുണിലേക്ക്. കാസർകോട്ടേക്ക് നമ്മൾ ഒരു വരവ് കൂടി വരേണ്ടി വരും ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട്. മലപ്പുറത്തേക്ക് വന്നാൽ മുബഷിർ പി അക്ബർ, മലപ്പുറത്ത് എങ്ങനെയുണ്ട് പോളിംഗ്? അവസാന മിനിറ്റിലേക്ക് വെക്കാതെ നേരത്തെ തന്നെ എല്ലാവരും വോട്ട് ചെയ്തൊക്കെ കഴിഞ്ഞോ? മലപ്പുറത്ത് ഏകദേശം 76% എന്ന കണക്കിലേക്ക് പോളിംഗ് മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരസഭയിലുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ ഒരു തിരക്കും അനുഭവപ്പെടുന്നില്ല, ഒരു ലൈനും ഇല്ല. ഏകദേശം ഈ മേഖലയിലുള്ള എല്ലാ വോട്ടേഴ്സും വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് മുന്നണികളുടെ വിലയിരുത്തൽ. ജനങ്ങളൊക്കെ തന്നെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് മുൻപായിരുന്നു മലപ്പുറം ജില്ലയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് സുജയ. പെരിന്തൽമണ്ണ MLA ആയിട്ടുള്ള നജീബ് കാന്തപുരത്തെ അവിടെയുള്ള CPM-ന്റെ ആളുകൾ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. പക്ഷേ CPM പ്രവർത്തകർ പറയുന്നത് ഈ ബൂത്തിനുള്ളിലേക്ക് MLA കടക്കാൻ ശ്രമിച്ചു. തെരഞ്ഞെടുപ്പിനിടയിൽ ആ ഒരു ശ്രമം പെരുമാറ്റച്ചട്ട ലംഘനമാണ്, അതുകൊണ്ടാണ് തടഞ്ഞത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിൽ പൂർണ്ണമായിട്ടും സമാധാനപൂർണ്ണം തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെന്റ് ജമാസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഉദ്യോഗസ്ഥർ അവരുടെ സാധന സാമഗ്രികളൊക്കെ തന്നെ സജ്ജമാക്കി തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സമയം അവസാനിക്കാൻ പോകുമ്പോൾ അത് കൃത്യമായിട്ടും വീണ്ടും എത്താം മുബഷിറിലേക്ക്. നല്ല പോളിംഗ് ആണ് മലപ്പുറത്ത്. കണ്ണൂരിലേക്ക് വന്നാൽ അർജുൻ കല്യാട്, എന്തായി അവസാന മിനിറ്റിലെ കാഴ്ച? സുജി, എന്തായാലും അവസാന മിനിറ്റിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളെയും കാഴ്ച ഏകദേശം ഇതിന് സമാനം തന്നെയാണ്. കാരണം ഈ പറയുന്നത് പോലെ ആളും ആരവങ്ങളും എല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. 1.5 മാസക്കാലം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊരു പരിസമാപ്തി. വോട്ടിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പോളിംഗ് ബൂത്തിൽ ചില ഇടങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ മറ്റെവിടെയും ഇത്തരത്തിലുള്ള തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത്. കേവലം ഇനി 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ വോട്ടുകളും ഏകദേശം 70-80% പോളിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ 72%-ലധികം പോളിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അർജുൻ കല്യാട്, രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെ രേഖപ്പെടുത്തുന്നത്. ചിലയിടത്തൊക്കെ ഒന്ന് മന്ദഗതിയിലായിരുന്നു. അവസാന പോളിംഗ് പെർസെന്റേജ് എത്രയാണെന്ന് അറിയാൻ നമുക്കും കാത്തിരിക്കാം.